ഞങ്ങൾ മാതാപിതാക്കൾ അവരിലെ 7 മക്കളിൽ 7-ാമത്തെ ആളായിട്ടാണ് ഞാൻ ഹാലേലൂയ ജനിച്ചത്. ഹാലേലൂയ സ്തോത്രം. എനിക്ക് 5 സിസ്റ്റേഴ്സും 2 ബ്രദേഴ്സുമാണ്. ഞാനും ഇപ്പോൾ വിശ്വാസത്തിലുള്ളത് ഞാനും, പിന്നെ എൻ്റെ ഒരു സിസ്റ്ററുണ്ട്, എൻ്റെ സിസ്റ്ററുടെ മോനുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ ഇപ്പോഴും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. മറ്റ് എല്ലാവർക്കും വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ സത്യത്തിലേക്ക് കടന്നു വരിക എന്നുള്ള ആ വലിയൊരു ആ ഒരു ആഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യുനോ നമുക്കറിയാലോ, നമ്മൾ എഫേസ്യ ലേഖനമൊക്കെ വായിക്കുന്നത് പോലെ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ക്രിസ്തുവേശുവിൽ നമ്മെ ദത്തെടുക്കുവാൻ പ്രിയം തോന്നി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാട്ടോ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്, ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവേശുവിൽ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു വചനം. അത് എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞു എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എൻ്റെ വിശ്വാസത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ സ്നാനപ്പെടുന്നതിന് മുന്നമേ തന്നെ ഈ വചനമൊക്കെ, ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് വളരെ അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു. എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ വളരെ എന്താണ്, ഭക്തിയുടെ മാർഗത്തിൽ ജീവിച്ചിരുന്ന ഒരാൾക്കാരാണ്. പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ മാതാപിതാക്കൾ അത്ര വലിയ ഇപ്പം സോ കോൾഡ് കത്തോലിക്ക കുടുംബങ്ങളിലെ പോലെ വലിയ ഭക്തരൊന്നും ആയിരുന്നില്ല. എങ്കിൽ പോലും ഇപ്പം ഞങ്ങൾ മക്കൾ, ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ആത്മീയ കാര്യങ്ങൾ ഭയങ്കര തീഷ്ണതയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ പോലും വളരെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചർച്ചിൽ പോവുകയും വരികയും, ചർച്ചിലെ ഇപ്പം ഓൾട്ടർ ബോയ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ലോർഡ് സ്തോത്രം. എങ്കിലും ഈ കുടുംബ പശ്ചാത്തലം ഞാനൊരു ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം. എങ്കിൽ പോലും കുടുംബ പശ്ചാത്തലം അത്ര സമാധാനകരമായ ഒരു അന്തരീക്ഷമായിരുന്നില്ല. അതുകൊണ്ട് നോ ഞാനിപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ എത്ര വിലയേറിയതാണ്, എത്ര പ്രഷ്യസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം സകലതും ചെയ്യുന്നത് രക്ഷ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ദൈവം സകലതും ചെയ്യുന്നത്. എൻ്റെ മക്കൾ രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ മക്കൾ മറ്റാരേക്കാളും എന്തിനേക്കാളും ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിനൊരു നിർബന്ധമാണ്. അതുകൊണ്ടാണ് എൻ്റെയൊക്കെ ഈ ബാല്യകാലങ്ങളൊക്കെ ഓർക്കുമ്പോൾ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വാർദ്ധക്യത്തിലുണ്ടായ ഒരു എൻ്റെ മാതാപിതാക്കളുടെ എന്താ പറയുക, പ്രായമായ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വേണ്ടുന്നത്ര ശ്രദ്ധയോ പരിഗണനയോ, അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കുകയില്ല, പക്ഷേ വേണ്ടുന്നത്ര പരിഗണനയോ ശ്രദ്ധയോ ഒന്നും, അങ്ങനെ ഉള്ള ഒരു ഇമോഷണൽ ആ അങ്ങനെയുള്ള ഇന്ന് മാതാപിതാക്കൾ മക്കളെ നോക്കുന്നത് പോലെയോ അതിൻ്റെ ഒരംശം പോലും ചിലപ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊക്കെ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു, മറ്റൊന്നുമല്ല. പ്രൈസ് ലോർഡ് സ്തോത്രം. ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരുന്നു. എന്നെ ചില സ്ട്രൈക്ക് ചെയ്ത വചനങ്ങളുണ്ട്. ഒന്നാണ്, അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഇനി അമ്മ മറന്നാലും അപ്പൻ മറന്നാലും മറക്കാത്ത ഒരു ദൈവം. ഈ ചെറുപ്പം മുതലേ വചനമാണ് താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത്. സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ അവിടുത്തെ വചനമാണ് എൻ്റെ ജീവിതത്തെ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ഞാൻ ഇന്ന് തിരിച്ചു നോക്കുമ്പോഴാണ് എനിക്കതൊക്കെ മനസ്സിലാവുന്നത്. ബിക്കോസ് ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പതിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലോ പോലും കാണുമോ എന്നുള്ള കാര്യം വരെയും സംശയമാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവത്തിനൊരു പർപ്പസ്, ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്താൽ ഗോഡ് ഹാസ് അല്ലെ, അവനെ ആ ചെറുപ്പം മുതൽ ഈ മോശെ, ഹല്ലേലൂയ, ഹെറോദോവിൻ്റെ അല്ലെ സോറി
ഈജിപ്തിൻ്റെ അല്ലെങ്കിൽ ഹാലേലൂയ ഫറവോൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി പെട്ടകത്തിൽ കീലും പശയും എല്ലാം തേച്ച് ആ അമ്മ പെട്ടകത്തിൽ ഒഴുക്കി വിട്ടു എന്ന് പറയുന്നത് പോലെ ദൈവം എൻ്റെ ജീവിതത്തെ എന്താണ് ദൈവവചനത്താൽ എന്നെ ആ കൃപയാൽ എന്നെ താങ്ങി നിർത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാനത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വിളി, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ചിന്തയ്ക്കും വിചാരങ്ങൾക്കും ഒക്കെ അപ്പുറമാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. അതുകൊണ്ടാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല എന്ന്. ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും തോന്നാത്തതാണ്. അല്ലെ, നിങ്ങളുടെ വഴികളല്ല നമ്മുടെ വഴികൾ, കർത്താവിൻ്റെ വഴികൾ എന്നൊക്കെ പറയുന്ന വചനങ്ങൾ ഇന്ന് ഞാൻ പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ കർത്താവിനോടുകൂടെ ആമേൻ പറയും. അതേ കർത്താവേ, ശരിയാ, ഞാൻ അന്ന് ചിന്തിച്ചതുപോലെയോ ഞാൻ അന്ന് നനച്ചതുപോലെയോ ഒന്നുമല്ല ദൈവത്തിൻ്റെ വഴികളെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനം നൽകിയാണ് ആ ചെറുപ്പം മുതലേ. ഇപ്പം ഞങ്ങൾ കത്തോലിക്ക ഒരു ഒരു വചനത്തിലൊന്നും അങ്ങനെ വലിയൊരു അത് അറിയാം. ഇന്നപ്പം ശരിയാണ്, ഇന്ന് അവർ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നാ വെച്ചാൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ എന്നുള്ള രീതിയിലാണത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പ്രൈസ് ലോർഡ്, സ്തോത്രം. പക്ഷേ അന്ന് അങ്ങനെ വചനത്തിന് അടിസ്ഥാനം ഉള്ള ഒരു വലിയൊരു ഇതൊന്നുമില്ല. കുർബാന കാണും, അല്ലെങ്കിൽ നൊവേന കൂടും, അങ്ങനെ പ്രാർത്ഥിച്ച് ആ ലോകപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കണം, കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കണം, ഇങ്ങനെയുള്ള ഒരു 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 മാനുഷികമായ ഒരു പെർസ്പെക്റ്റീവേ ഉള്ളൂ. ഈ നിത്യതയെക്കുറിച്ച് വരെയും കേൾക്കുന്നത് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നേ പിന്നെയാണ്. ഈ നിത്യതയുണ്ട്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നൊക്കെ ഉള്ളത് എനിക്ക് 100% ഉറപ്പാ. എൻ്റെ വീട്ടിലെ ആർക്കും അറിയത്തില്ല. അതിനകത്ത് ഇപ്പോൾ അറിയാമായിരിക്കും. ഇപ്പോൾ ഇത്രയും മീഡിയയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ കർത്താവായ യേശുനാഥൻ വീണ്ടും വരുമെന്നും അവൻ സഭയെ എടുത്തുകൊള്ളുമെന്നും അവന് വേണ്ടി നാം ഒരുക്കപ്പെടേണ്ടവരാണെന്നും എന്നുള്ള വചനമൊക്കെ ഞാൻ ഈ വിശ്വാസത്തിൻ്റെ ആദ്യകാലങ്ങളിൽ പ്രസംഗം കേട്ടാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പം ഞാൻ മുന്നമേ പറഞ്ഞല്ലോ, ഈ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മൾ നോക്കിക്കോണം. അതാണ് ഞാൻ എപ്പോഴും ഞാൻ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും വചനം ഞാൻ ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് എനിക്കറിയാം, വചനമാണ് ഒരു മനുഷ്യനെ താങ്ങി നിർത്തുന്നത്. അവൻ അപ്പം കൊണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും അവൻ മനുഷ്യനെ തൃപ്തിപ്പെടുത്തും, വിശപ്പടക്കും, അല്ലെങ്കിൽ അവനെ നിലനിർത്തും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മറ്റൊരു വചനമാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞു കാലങ്ങളിൽ, ഹല്ലേലൂയ, എൻ്റെ സാക്ഷ്യം ശരിയാണ്, 1 മണിക്കൂർ കൊണ്ടും തീരത്തില്ല, എങ്കിലും ഞാൻ പറയാൻ പറ്റാവുന്ന അത്രയും ഞാൻ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കുഞ്ഞു കാലങ്ങളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഇതാരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയം ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ വെച്ചോണം കേട്ടോ. ദാവീദ് പറയുന്നത് പോലെ, ഞാൻ ഏതിൽ ആശ്രയിക്കുന്നു? കർത്താവെ, നിൻ്റെ വചനത്തിലല്ലയോ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞോണം, കർത്താവെ, ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനം റേമയായിട്ട് കർത്താവെ എൻ്റെ ജീവിതത്തിൽ സംസാരിക്കപ്പെടുന്ന വചനമായിട്ട് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഭാരപ്പെട്ടേക്കാം, നമ്മൾ നിരാശപ്പെട്ടേക്കാം, നമ്മൾ കഷ്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ വല്ലാത്ത അവസ്ഥകളൊക്കെ കടന്നു പോയാലും, പ്രിയമുള്ളവരെ, ഈ വചനം നമ്മളെ താങ്ങും. യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്തു. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ. അത് ജോബ് ആരാണെന്നറിയത്തില്ല, ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്ത ഒരു സമയത്ത് ദൈവം എൻ്റെ ഉള്ളത്തിലൊരു വചനം ഇട്ട് നൽകിയതാണ്. അതൊക്കെ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു വചനമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ നഗ്നനായി അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി മടങ്ങിപ്പോവും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു വചനം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രൈസ് ലോർഡ്, സ്തോത്രം, എനിക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല. ഈ വചനത്തിൻ്റെ അർത്ഥമോ ഒന്നും അറിയത്തില്ല. പക്ഷേ
അത് എന്നാണ് കേട്ടതെന്ന് വരെയും എൻ്റെ ഉള്ളിലൊരു ഒരു ഒരു നിഴൽ പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. അത്രയ്ക്ക് അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം എന്നെ വചനത്തിലൂടെ താങ്ങി നടത്തി എന്ന് വേണം നമുക്ക് പറയാം. പിന്നെ വിദ്യാഭ്യാസം, നമ്മൾ അറിയാലോ, നമ്മുടെ യൗവനകാലമെല്ലാം, ഞാൻ അതിലേക്ക് സ്കൂളിലേക്കൊന്നും കിടക്കുന്നില്ല, യൗവനം എല്ലാം കഴിഞ്ഞു, കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കയറി. കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കയറുമ്പോഴാണ് ശരിക്കും ദൈവം നമ്മളെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ അച്ഛനാകാൻ പോകണമെന്നൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു, പള്ളിയിലെ ഇത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ക്യാമ്പിനൊക്കെ പോയെങ്കിലും പിന്നെ അതെനിക്ക് തന്നെ മനസ്സിലായി, എൻ്റെ ഉള്ളത്തിൽ തന്നെ എനിക്ക് ഒരു സംബടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഹാളിൽ യു ആർ നോട്ട് സപ്പോസ് ടു, അല്ലെങ്കിൽ നീ അതിനു വേണ്ടി ഉള്ളവൻ അല്ല എന്നുള്ള രീതി ഞാൻ തന്നെ മുമ്പോട്ട് വെച്ച കാലം ഞാൻ തന്നെ പിമ്പോട്ട് വെച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോഴും എനിക്കറിയാം ഇതൊരു അന്നിപ്പോൾ പുരോഗത ജീവിതമാണെങ്കിൽ പോലും എനിക്കറിയാം ഇതൊരു ഉന്നത വിളിയാണ് എന്ന് എനിക്കറിയാം, ഇതൊരു വിശുദ്ധ വിളിയാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്ന, കർത്താവ്, ഇങ്ങനെ ഒരു വിശുദ്ധ വിളിയിലേക്ക് പ്രവേശിക്കുവാൻ തക്കതായ യോഗ്യതയൊന്നും എനിക്കില്ല. ആ ഒരു ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിന് യോഗ്യനല്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ പുറകോട്ട് മാറുന്നത്. അതെന്തുകൊണ്ടോ എനിക്ക് അറിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് എന്നെ അങ്ങനെ ഗൈഡ് ചെയ്തതിന് ഞാൻ ഇപ്പോൾ അതിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. ബേസിക്ക് പഠിക്കുന്ന സമയത്ത്, പ്രൈസ് ലോർഡ്, സ്തോത്രം, അവിടെയാണ് ശരിക്കും നമ്മുടെ ആ യൗവനത്തിൻ്റെതായ ചില വിഷയങ്ങൾ അവിടെ കടന്നു വരുന്നത്. അതായത് നമ്മൾ കുറച്ചൊരു നമ്മുടെ ഈ കുടുംബ സാഹചര്യങ്ങൾ ഇച്ചിരി കൈപ്പേറിയതാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പിള്ളേരിലൊരു റിബല്യസ്നെസ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു, ഞാൻ കർത്താവിനെ ഏഹ്, മറക്കുവാണ്, അല്ലെങ്കിൽ ആ ഒരു തീഷ്ണതയൊക്കെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് കുറച്ചൊരു കൂട്ടുകാരുടെ കൂടെ കറങ്ങാനും പിടിക്കാനും സിനിമയ്ക്ക് പോകാനും ആം, അങ്ങനെയുള്ള യൗവനത്തിലെ ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലോട്ടൊക്കെ എൻ്റെ ജീവിതത്തെ ഞാൻ വഴിതിരിച്ചു വിട്ടു. അതുമാത്രമല്ല, എനിക്കൊരു വാശി, ഒരു പഠിത്തത്തിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പഠിത്തത്തിൽ നന്നായിട്ട് അങ്ങ് ഒരു 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 വാശി, ഒരു അങ്ങനത്തെ ഒരു അത് നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. പഠിത്തത്തിലുമൊക്കെ ഞാൻ അങ്ങ് ഉഴപ്പുവാൻ തുടങ്ങി. പക്ഷെ ദൈവം എന്നെ ശരിക്കും അവിടെ ഗോഡ് ഹാസ് എ പർപ്പസ്. നമ്മുടെ തകർച്ചയിലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, അല്ലേ? ജോസഫിനെ കുണ്ടറെ കൊണ്ട് ഇട്ടപ്പോഴും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഞാൻ തന്നെ എനിക്കൊരു കുണ്ടറ ഒരുക്കുകയായിരുന്നു. അപ്പോൾ ആ ബി എസ് സിയുടെ സമയത്തിൽ കുറച്ച് റിബല്യസ്, പിന്നെ കോളേജിൽ നിന്ന് തന്നെ, അതായത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞാനത് പറയുന്നത് ഒരു ക്ലാരിഫൈ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളെ നന്നായി അറിയുന്ന ഒരാൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ശരിക്കും അവോയ്ഡ് ചെയ്യും, റിജക്റ്റ് ചെയ്യുക, അവരിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള റിജക്ഷനും വല്ലാത്ത രീതി, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹോദര തുല്യം ഉള്ള ഒരാളാണ്. അപ്പം നമ്മളെ ടേക്ക് കെയർ ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ കരുതേണ്ട ഒരു വ്യക്തിയിൽ നിന്ന് വല്ലാത്ത റിജക്ഷനും ഒക്കെ വന്നപ്പോൾ നമ്മൾ ശരിക്കും അങ്ങ് ഉഴപ്പി സത്യം പറഞ്ഞാൽ ഞാൻ ഈ എക്സാം എഴുതിയില്ല ഫൈനൽ എക്സാം എഴുതാതെ ഇരുന്നു എന്നുള്ളതാണ് സത്യം. അതോടെ ഈ ഫൈനൽ എക്സാം എഴുതാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയാണ് ശരിക്കും ഹല്ലേലൂയ, ദൈവം എന്നെ പിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രമേ എൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നുള്ളൂ. ബാക്കി എൻ്റെ കൂടെ കമ്പനി അടിച്ച് നടന്നവരും എൻ്റെ കൂടെ കറങ്ങി അടിച്ച് നടന്നവരൊക്കെ നല്ല മാർക്ക് വാങ്ങി, ഇവരൊക്കെ വീട്ടിൽ പോയിരുന്നു പഠിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. നമ്മൾ അങ്ങനെ അപ്പം അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അപ്പോൾ എനിക്കൊരു ഒരു 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 തിരിച്ചറിവ്, ഒരു ബോധ്യം, എവിടെയോ എൻ്റെ ജീവിതത്തിൽ ഒരു മിസ്സിങ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ ഈ കുർബാനയ്ക്കൊക്കെ നമ്മൾ ചർച്ചിലെ ഏത് നമ്മൾ നൊവേന ആയിക്കോട്ടെ, എന്ത് സംഭവങ്ങൾ നമ്മൾ ചെയ്താലും, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസവും ഞാനത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, എന്താ എൻ്റെ ഉള്ളത്തിലൊരു ഡ്രൈനെസ്സാണ്. നമ്മൾ എത്ര ഈ കത്തോലിക്ക സഭയിൽ എത്ര ചടങ്ങുകളിൽ, എത്ര ധ്യാനം കൂടിയാലും, എത്ര കുർബാന കണ്ടാലും, എത്ര നൊവേന, എത്ര പ്രാർത്ഥനയൊക്കെ ചെയ്താലും ഈ ആരാധനക്കാരൻ്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം നൽകത്തില്ല എന്ന് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ ഒരു പൂർണ്ണ സമാധാനം എനിക്ക് ഒരിക്കലും അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ കഷ്ടതയുടെ സമയങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം എന്തുവാണ്, ആ കുർബാന എല്ലാം കഴിഞ്ഞിട്ട് ചർച്ചിലിരിക്കും.
ചർച്ചിലിരുന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. എൻ്റെ വിഷയങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആ അവിടെ കിട്ടുന്ന സമാധാനം എനിക്ക് ഒരിക്കലും ഒരു ചടങ്ങുകളിലും എനിക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ ദൈവം നമ്മുടെ ആഗ്രഹത്തെ ആഗ്രഹത്തെ നമ്മുടെ ആ ഹൃദയത്തിൻ്റെ ഡ്രൈനെസ്സിനെ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിനക്കായി കാംക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ ആഗ്രഹത്തെ മാനിച്ച ഒരു ഒരു ദൈവം ആ ഡ്രൈനെസ്സിനെ, ഒരു തൃപ്തിക്കുറവിനെ, ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ സാമീപ്യത്തെയും അനുഭവിക്കുവാനുള്ള എൻ്റെ ആഗ്രഹത്തെ, ആഗ്രഹത്തെ ദൈവം മാനിച്ചു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ഞാൻ പറഞ്ഞു വന്നതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ അവിടെ ഡിഗ്രി പിന്നെ രണ്ടാമത് ഞാൻ ഈ എക്സാം എഴുതി. ഞാൻ അതിന് മുമ്പ് ഒരു വചനവും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ഉള്ളത്തിൽ എന്നെ ഏറ്റവും ഈ വചനങ്ങളിലെല്ലാം അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വചനമാണ് കർത്താവ് യെശയ്യാ പ്രവാചകൻ 30-ാം അധ്യായത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി. ഇത് ഞാൻ ഈ കത്തോലിക്കരായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ വചനം വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് വളരെ 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 കുറവാണ്. അപ്പം ദൈവം മുദ്രയിട്ട് ആ കീല് തേച്ച് പെട്ടി അടച്ചു വെച്ചു എന്ന് പറയുന്ന പോലെ ഞാൻ ഈ കഷ്ടതയുടെ അനുഭവത്തിലൂടെ ഞാൻ ഈ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിലയേറിയ സമാധാനം അനുഭവിക്കുവാൻ, അതായത് എനിക്കൊരു കൃപ നൽകി. ഞാൻ വീണ്ടും എക്സാം എഴുതി. ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. വീണ്ടും എക്സാം എഴുതി. എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. ദൈവകൃപയാൽ ഞാൻ മദ്രാസിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഞാൻ കടന്നുപോയി. മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ കടന്നുപോയി. അവിടെയാണ് ദൈവം എനിക്കൊരു ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു കൊള്ളട്ടെ. ഈ BSc പഠിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു നടുവേദനയുടെ ചെറിയൊരു ആരംഭം. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ നടുവെട്ടി വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അന്നിങ്ങനെ നമ്മൾ നടുവേദനയായതുകൊണ്ട് അത് അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല, അങ്ങനെ അങ്ങ് പോയി. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ MCAക്ക് കടന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെയാണെങ്കിലും ചർച്ചിലൊക്കെ സൺഡേ പോകും. ചർച്ചിൽ സൺഡേ പോകുമ്പോൾ അവിടെ ചർച്ചിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അരങ്ങാണ്. അതായത് ഞങ്ങൾ ഭയങ്കര റെഡിയൊക്കെ ആയി ചർച്ചിൽ പോകുന്നു. ആ ചർച്ചിൽ മലയാളം ഇതാണ് പരിപാടിയാണ്, മാസൊക്കെയാണ്. അപ്പോൾ അവിടെ ബൈബിൾ വായിക്കാൻ എന്നെ ചൂസ് ചെയ്യുന്നു. ഞാനങ്ങനെ ബൈബിളൊക്കെ വായിക്കുന്നു. അപ്പോൾ ഭയങ്കര അപ്പം ചർച്ചിലൊക്കെ ആണെങ്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഭയങ്കര ഞങ്ങളൊരു പ്രെയറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ഭയങ്കര വലിയൊരു എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ എന്തോ ഒരു ഭയങ്കര ഭക്തനാണ്, അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു സംഭവമാണെന്നൊക്കെയുള്ള ധാരണ നമുക്ക് തന്നെ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷെ അങ്ങനെയാണ് ഞാൻ ഒരു വിശ്വാസിയായ ഒരു പയ്യനെ കാണാൻ തുടങ്ങി. അവനും കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതാണ്. അവൻ വന്നിട്ട് 4-5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ അവൻ്റെ ജീവിതത്തെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തെ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി, ഞാനും അവനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് ഞാൻ ഭയങ്കര ഭക്തനാണെന്ന് പറയുന്നുവെങ്കിലും ആ ഭക്തിയുടേതായതൊന്നും എൻ്റെ ജീവിതത്തിലോ പ്രവൃത്തിയിലോ കാണുന്നില്ല. സിനിമയ്ക്ക് പോകാൻ ആരെങ്കിലും വിളിച്ചാൽ സിനിമയ്ക്ക് പോകും, കമ്പനി കൂടാൻ വിളിച്ചാൽ അങ്ങനെ പോകും. ഇങ്ങനെ കറങ്ങാം. ഒരു ജീവിതത്തിന് യാതൊരുവിധ സ്പിരിച്വൽ ഡിസിപ്ലിനും ഇല്ല. പക്ഷേ ഇവൻ അങ്ങനെയല്ലായിരുന്നു. ഇവന് ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. എന്നെ വചനം വായിക്കണമെന്നൊക്കെ എൻകറേജ് ചെയ്തത് ഈ ഒരു പയ്യനാണ്. അപ്പം സ്പിരിച്വൽ അവിടെ ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ഒരു സിനിമയ്ക്ക് പോകുകയോ ഒരു വ്യർത്ഥ സംഭാഷണം പോലും അവൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം. അത് ഒരു യൗവനക്കാരനായ ഒരു പയ്യനിൽ നിന്ന് അതൊക്കെ എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടാകാൻ തുടങ്ങി. അതായത് എൻ്റെ കുടുംബം വെച്ചാൽ എൻ്റെ സിസ്റ്റേഴ്സ്മാരുടെ ജീവിതത്തിൽ എൻ്റെ ഒരു സഹോദരി, എൻ്റെ സഹോദരിയുടെ ലൈഫിൽ അവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കുട്ടികളില്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരുടെ ജീവിതം തന്നെ സെപ്പറേഷൻ്റെ ഒരു വക്കത്തിലേക്ക് കടന്നു വന്നു. അതായത് ഇവരുടെ ഒരു ഇഷ്യൂ കാരണമാണ് കുട്ടികൾ ഉണ്ടാകാത്ത എന്നുള്ള ഒരു വിഷയം വന്നു. അപ്പം അവരുടെ ഹസ്ബൻഡിന് കണ്ടിന്യൂ ചെയ്യാൻ ഒരു
കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൂടെ കടന്നുപോയി. അപ്പോൾ കുടുംബത്തെ മൊത്തം എന്ന് വെച്ചാൽ രണ്ടാമത്തെ സിസ്റ്ററാണ്. ഇനിയും സഹോദരങ്ങളെ വിവാഹം കഴിക്കുവാനുണ്ട്, അനേകം ആൾക്കാരുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമൊക്കെ ജീവിതത്തിൽ കുടുംബത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഷോക്കാകുമെന്ന് അറിയാം. അപ്പോൾ ഞാനിതിങ്ങനെ ഇവനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞേടാ നീ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് കുറച്ച് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളായിട്ടുള്ള 7-മത്തെ വർഷത്തിലേക്കാണ്, 7-മത്തെ 8-മത്തെ വർഷത്തിലേക്കാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു തന്നു, നീ ഉപവസിച്ചിട്ട് നീ പ്രാർത്ഥിക്കുക. എന്നിട്ട് അവൻ എനിക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തുവാണ് പറയുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതങ്ങനെ അറിയില്ല. അവൻ പറഞ്ഞ വാക്കിന് ഞാൻ വില കൊടുത്തിട്ട്, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ഞാൻ ഉപവസിച്ച്, ഞാൻ ഒരു നേരം ഒന്ന് വൈകുന്നേരം വരാൻ തോന്നുന്നു, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ മദ്രാസിലായിരുന്നപ്പോൾ തന്നെ റൂമിൽ കഥ കടച്ചിരുന്ന് പ്രാർത്ഥിച്ച അന്നൊന്നും എനിക്ക് ബൈബിൾ ഇങ്ങനെ വായിക്കും അങ്ങ് അടച്ചു വെച്ചിട്ട് പോകും. അതാണ് ഞങ്ങളുടെ ഒരു രീതി. നമ്മളങ്ങനെ ഒരു കുത്തിയിരുന്ന് ധ്യാനിച്ച് വചനം വായിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. അപ്പം അന്ന് അപ്പം അവൻ എന്നോട് പറഞ്ഞു, നീ വചനത്തിലൂടെ ദൈവം സംസാരിക്കും എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഈ വചനത്തിലൂടെ എങ്ങനെയാണ് സംസാരിക്കണേന്നൊക്കെ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ കുറേ നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് നമുക്കൊന്നും അറിയത്തില്ല, അന്നത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെ അറിയത്തില്ല. ഞാൻ ബൈബിള് തുറന്ന് വചനം വായിക്കുന്ന വചനം എന്താന്ന് വെച്ചാൽ, അവൻ മച്ചിയായവളെ മക്കളുടെ അമ്മയായി ഭവനത്തിൽ പാർപ്പിക്കുന്നു എന്നുള്ള ഒരു സങ്കീർത്തന വചനമാണ്. എൻ്റെ കണ്ണ് വചനം തുറന്നപ്പോഴേ എനിക്ക് അതാ കിട്ടുന്നത്. അപ്പം ഞാൻ വേഗം തന്നെ അവനെ വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ദൈവം ആ വിഷയത്തിന്മേൽ, ഇനി ദൈവം ആ വിഷയത്തിന്മേൽ മറുപടി നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയം തന്നെ ഞാനിതൊന്നും അറിയുന്നില്ല. എൻ്റെ സഹോദരിയൊക്കെ ഞാൻ പറഞ്ഞില്ല, കേരളത്തിലെയും ബോംബെയിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും, ഇത് ഒരു 20 വർഷം മുമ്പ്, 21 വർഷം മുമ്പുള്ള കാര്യമാണ്, 20 വർഷം, എല്ലാ ഹോസ്പിറ്റലുകളിലും ഇവളുടെ റിപ്പോർട്ട് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഫൈലോപ്പിയൻ ട്യൂബ്സ് ഒക്കെ അങ്ങനെ വല്ലാതെ ഒട്ടിപ്പിടിച്ചിരുന്ന് ഫൈബ്രോയിഡ്സ് ഒക്കെ ആയിട്ട് ഒരിക്കലും അസാധ്യമെന്ന് നിരൂപിച്ച കാര്യം, ഒരിക്കലും അവളുടെ ഗർഭപാത്രം തുറക്കത്തില്ല എന്ന് ഇന്ത്യയിലേന്ന് തന്നെ പറയാം. എല്ലാ ഡോക്ടേഴ്സും വിധി എഴുതിയതാണ്, എല്ലാ ഡോക്ടേഴ്സും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഈ ഒരു വചനം കിട്ടുന്നത്. അപ്പം അവൻ പറഞ്ഞു, നീ ധൈര്യപ്പെട്ടിരിക്കുക, ദൈവം ഈ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് അറിയുന്നില്ല. ഞാനിങ്ങനെ ഭവനത്തിലേക്ക് വിളിച്ചപ്പോൾ ആം, ആ, വീട്ടിലേക്ക് അന്ന് അറിയാലോ, ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അന്ന് കുറച്ച് നാളുകളെ കൂടിയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഞാൻ അറിയുന്നു, ഇവരിങ്ങനെ PRBB പാസ്റ്റർ എന്ന് പറഞ്ഞ നാട്ടിലെ പാസ്റ്ററിൻ്റെ ചർച്ചിൽ കടന്നു പോവുകയും അവിടെ അവർക്കൊരു ഇങ്ങനെ അവർക്ക് മനസ്സിലാകുകയാണ്, ഇസഹാക്ക് ജനിക്കാൻ പോകുന്നു, ഇസഹാക്കിൻ്റെ വാഗ്ദത്തമുണ്ട് ഒരാൾക്ക് എന്നുള്ളൊരു വാഗ്ദത്ത ദൂത് ഇവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുകയാണ്, ഇവർക്ക് തന്നെ ഇവരുടെ ഭവനത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള ഒരു 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 ഇവരുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള ഒരു അനുഭവമായിരുന്നു ഇവർക്ക് 2-3 ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത് ഞാൻ വിളിക്കുന്ന സമയത്ത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ സംശയമായിട്ട് ഡോക്ടറെ അടുത്ത് പോയി ഇങ്ങനെ കൺസൾട്ട് ചെയ്തു പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഒരു ഒരു അത്ഭുതമായിരുന്നു. എന്ന് വെച്ചാൽ ദൈവം ഒരു വശത്ത്, അപ്പം ഞാനിത് ഈ കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ദൂത് എനിക്ക് കിട്ടി, ഞാനിങ്ങനെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു വചനം കിട്ടി, ഭയപ്പെടേണ്ട, നിങ്ങൾ ദൈവം ഇങ്ങനെ വിഷയങ്ങളിലേക്കൊന്നും കടക്കണ്ട, ദൈവം വെയിറ്റ് ചെയ്യ്, ദൈവം എന്നുവെച്ചാൽ അവർ IVF-നൊക്കെ പോകാനുള്ളൊരു പരിപാടിയായിരുന്നു. എനിവേ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരേ സമയം ദൈവം രണ്ടുപേരുടെ, എൻ്റെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും, അതായത് നമുക്കിങ്ങനെ വചനത്തിൽ കാണാൻ പറ്റുമല്ലോ, കൊർണോലിയോസിൻ്റെ ജീവിതത്തിലും ഹല്ലേലൂയ സ്തോത്രം, പത്രോസിനെയും കൊർണോലിയോസിനെയും ഒരേ സമയം ഒരുക്കിയെടുക്കുന്ന ദൈവത്തെ, അനന്യാസിനെയും പോളിനെയും ഒരുക്കുന്ന എന്ന് പറയുന്നത് പോലെ എന്നോടും ദൈവം ഒരേ സമയത്ത് ഇടപെടുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹോദരിയോടും ഇടപെടുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അവിടെ. അപ്പോൾ അതിനുശേഷം ഒരിക്കലും അസാധ്യമെന്ന് നിരൂപിച്ച സ്ഥാനത്ത് ദൈവം അവളുടെ ഉദരത്തെ തുറന്നു, അവൾക്കൊരു ആൺ പൈതലിനെ കൊടുത്തു, ഒരു ഇസഹാക്കിനെ തന്നെ നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഒരു കുഞ്ഞും കൂടെ ഉണ്ടാകുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു, അസാധ്യമെന്ന് നിരൂപിച്ച്. അത് അവർക്കും എന്താണ്, വിശ്വാസത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി തീർന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ എൻ്റെ കാര്യം അവിടെ കൊണ്ടും തീരുന്നില്ല കേട്ടോ. കാലങ്ങൾ കഴിഞ്ഞു പോവുകയാണ്, ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
എൻ്റെ ഫോർത്ത് സെമസ്റ്ററിൻ്റെ എക്സാം. അപ്പം എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഒരു എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ ഫോർത്ത് സെമസ്റ്ററിൽ. ബാക്കി അഞ്ച് എക്സാമും കൂടെ ബാക്കിയുണ്ട്. അപ്പം ആ ഒരു എക്സാം കഴിഞ്ഞ് അത് വീട്ടിൽ വന്ന് ഞങ്ങൾ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. അതുപോലത്തെ ഒരു വേദന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഒരു മിന്നൽ പോലെ പാഞ്ഞു പോയിട്ട് ഞാൻ അവിടെ ആ ബാത്റൂമിൽ ഒച്ചയോടെ അങ്ങ് വീണു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട് എന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ബാത്റൂമിൽ നിന്ന് എടുത്താണ് റൂമിൽ കൊണ്ട് കിടത്തിയത്. റൂമിൽ കൊണ്ട് കിടത്തി എല്ലാവർക്കും. അപ്പോൾ അവർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല, ഞങ്ങൾക്കും ഒന്നും മനസ്സിലായി. ഇപ്പം അന്നല്ല, പിറ്റേ ദിവസം എക്സാം ഉള്ളതുകൊണ്ട് ഇവർക്കാണെങ്കിൽ എന്നെ വേണ്ടുന്ന രീതിയിലൊന്നും ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് എണീക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല, കിടപ്പ. അപ്പോൾ അങ്ങനെ ഇവർ പിറ്റേ ദിവസം എക്സാമിന് പോയി. എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് എണീക്കാൻ പറ്റുന്നത്. ഈ 2 ദിവസം കഴിഞ്ഞ് എണീറ്റു. ഹോസ്പിറ്റലിൽ പോയി. ഇപ്പം അവർ പറഞ്ഞ് ഇതുപോലെ ആയിരിക്കും. എക്സ്റേ എടുത്തു കഴിഞ്ഞ് പറഞ്ഞു ഡിസ്കിൻ്റെ പ്രൊലാപ്സ് ആണ്, സെർവിക്കൽ ഡിസ്കിൻ്റെ പ്രൊലാപ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ കഴുത്ത് മാത്രമേ എടുത്തുള്ളായിരുന്നു. വെച്ചാൽ ഇവിടെയാണ് വേദന ഉണ്ടായെന്ന് പറഞ്ഞ് സെർവിക്കലിൻ്റെ മാത്രമേ എടുത്തുള്ളൂ. എനിവേ അന്ന് ഒരു എക്സാമും എനിക്ക് എഴുതാൻ പറ്റില്ല. അവിടുന്ന് കുറച്ച് ഇഞ്ചക്ഷനും പെയിൻ മെഡിക്കേഷനും ഒക്കെ തന്നിട്ട് ഞാൻ മടങ്ങിപ്പോന്നു. അപ്പോൾ അന്ന് ഒറ്റ എക്സാമും എഴുതാൻ പറ്റിയില്ല. പക്ഷെ ദൈവകൃപയാൽ അത് ഒന്നാമത്തെ അറിയാലോ, അത്ര ഈസി ആയിരുന്നില്ല പഠിത്തം എന്ന് വെച്ചാൽ. അത്രയ്ക്കും കുറച്ച് ടഫായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസും ഇതൊക്കെ ആയതുകൊണ്ട് വളരെ പാടായിരുന്നു പഠിച്ച് ഒന്ന് എടുക്കാനായിട്ട്. അപ്പം ശരിക്കും ഒരു വല്ലാത്തൊരു നിരാശയിലൂടെ ഞാൻ കടന്നു. എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം BSc പഠിച്ചപ്പോൾ ഞാൻ സ്വയമേ ഉഴപ്പി എക്സാം എഴുതിയില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം. എങ്കിലും ഈ ഒരു വചനം, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നു, അതിങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ ഈ നീരുറവ പോലെ ഇങ്ങനെ പൊങ്ങി വരും എൻ്റെ ഉള്ളത്തിലേക്ക്. നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല, നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല, നീ വചനം കേൾക്കും, നീ അപ്പോൾ ഇതിങ്ങനെ എൻ്റെ ഉള്ളത്തിലേക്ക്. പിന്നെ സഹോദരിയുടെ ജീവിതത്തിൽ കടന്നു വന്ന അത്ഭുതങ്ങളും ഒക്കെ എന്നെ ഒന്ന് ബലപ്പെടുത്തി. എനിവേ പഠിത്തം നെക്സ്റ്റ് സെമസ്റ്ററിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10-14 പേപ്പർ ഒരുമിച്ച്, 14-13 പേപ്പർ. അത് വലിയൊരു, അത്ര ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയുമ്പോഴും അങ്ങനെ നടക്കുന്ന കാര്യമല്ല. അത് ഒരു 14 പേപ്പറൊക്കെ എൻജിനീയറിങ്ങിലൊക്കെ ഒരുമിച്ച് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹാദയ, ആ കൃപ എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം പഠനമെല്ലാം കഴിഞ്ഞു, ജോലി അന്വേഷണത്തിലേക്കായി കടന്നുപോയി. പ്രൈസ് ലോർഡ്, സ്തോത്രം. അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരു 5-6 മാസം ഞാൻ ജോലിയുടെ അന്വേഷണത്തിനായി കടന്നു. ഏകദേശം 1 വർഷത്തോളം. ഞങ്ങൾക്കന്ന് ആ സമയത്താണ് റിസഷനൊക്കെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ പാസ് ഔട്ട് ആവുന്നത്, മീൻസ് ഗ്രാജുവേറ്റഡ് ആവുന്നത്. പക്ഷെ ആ സമയത്ത് വലിയ പാടായിരുന്നു. ഒരു ജോലി കിട്ടാനൊക്കെ അത്ര ഈസി അല്ലായിരുന്നു. പല സ്ഥലങ്ങളും കിട്ടിയെങ്കിലും ഈ ഇന്റേൺഷിപ്പ് പോലെയൊക്കെ ചെറിയ ചെറിയ 1-2 മാസത്തേക്കൊക്കെ നമുക്ക് കിട്ടുന്നതല്ലാതെ ഒരു പെർമനൻറ്റ് ജോബ് കിട്ടിയില്ല. അപ്പം അങ്ങനെ ഞാൻ ഡൽഹിക്ക് കടന്നുപോയി. കുറച്ച് നാൾ അവിടെ ഒരു കമ്പനിയിൽ ഒരു 10 മാസത്തോളം ജോലി ചെയ്തു. അപ്പം 10 മാസത്തോളം ജോലി ഞാൻ മടങ്ങി വന്നു. ഇപ്പം നാട്ടിൽ മാതാപിതാക്കൾ വളരെ പ്രായത്തിൽ, എൻ്റെ അന്ന് അപ്പച്ചന് 80 വയസ്സോളം ഉണ്ട്. 80 കൂടുതൽ വയസ്സുണ്ട് ആ സമയത്ത്. അപ്പം അപ്പച്ചനെയൊക്കെ നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് പ്രൈസ് ലോർഡ്, സ്തോത്രം, ഞാൻ മടങ്ങി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി അന്വേഷിക്കുകയാണ്. വെക്കേഷനായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഈ ഒരു സൈഡിന് എനിക്ക് വല്ലാത്തൊരു വേദന എനിക്ക് തുടങ്ങി. അതായത് കൈക്ക് ഭയങ്കര വേദന തുടങ്ങാൻ തുടങ്ങി. കൈക്കൊരു സ്വാധീനക്കുറവും വേദന. അപ്പം ഇതെന്തുവാണെന്നറിയാൻ വേണ്ടി അപ്പം നടുവേദനയും പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഇൻഡോ അമേരിക്കൻ ബ്രെയിൻ ആൻഡ് സ്പൈൻ സെൻറ്ററിൽ കടന്നുപോയി. അപ്പോൾ അവർ വേദന എക്സ്റേ ഒക്കെ എടുത്തു. ആദ്യവും ഞാൻ അവിടെ തന്നെയാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊന്ന് MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ എങ്ങനെ ഇത്ര നാൾ ഇങ്ങനെ നടക്കാനും ഇതിനൊക്കെ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. നിങ്ങളുടെ നേരെ നിൽക്കുന്ന ഒരൊറ്റ ഡിസ്ക് പോലും നിങ്ങൾക്കില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ സ്പൈനിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. വല്ലാത്ത വളവുമുണ്ട്, കൈൻഡ് ഓഫ്, അതായത് എന്ന് പറഞ്ഞ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ
ഒരു മേജർ സർജറി താഴെ മേളിലും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ആദ്യം നമുക്ക് മേളിൽ ചെയ്യാം. ഹെർണിയേറ്റഡ് ഡിസ്ക്കാണ്, എക്സ്ട്രൂഷനാണ്. അതുകൊണ്ട് അത് ആദ്യം എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് പിന്നീട് ഗ്രാജുവലി നമുക്ക് താഴോട്ട് വരാമെന്ന് പറഞ്ഞു. അല്ലാതെ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. ഇത് 2005 അവസാനമൊക്കെ ആയപ്പോഴാണ്. അപ്പം പിന്നെ ഞങ്ങൾ പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിൽ കടന്നു ചെന്നു. മെഡിക്കൽ ട്രസ്റ്റിൽ കടന്നു ചെന്നപ്പോൾ ആ ഡോക്ടർ ആദ്യം എന്നോട് ചോദിച്ചത്, നീ എങ്ങനെ ഇവിടെ വന്നു എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വണ്ടിയിലാണ് വന്നത്. തിരിച്ച് നീ പോകുമ്പോൾ ആംബുലൻസ് പിടിച്ച് പൊക്കോണം, നിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ തിരിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, തിരിച്ചു പോകുമ്പോൾ ആംബുലൻസ് പിടിച്ച് പൊക്കോണം. പിന്നെ നീ കംപ്ലീറ്റ് ബെഡ് സർജറി വരെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കണം. കോളർ ഇട്ടോണം കഴുത്തിൽ. കുളിക്കാൻ ദേഹം തുടയ്ക്കുകയേ ചെയ്യാവുള്ളൂ. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ബാത്റൂമിൽ പോകാവുള്ളൂ എന്നുള്ള ഒരു 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 ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടാണ് നൽകിയത്. വളരെ ശരിക്കും അറിയാലോ, യൗവനക്കാരൻ എന്നെനിക്ക് 24 വയസ്സേ എൻ്റെ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ. അപ്പോൾ അന്ന് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഞാനും എൻ്റെ സഹോദരനും കൂടിയാണ് പോയത്. സഹോദരി ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ തകർന്ന് തരിപ്പണമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഹല്ലേലൂയ സ്തോത്രം അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മുഴുവൻ ഇരുട്ട, മൊത്തം ഇരുട്ട്. അപ്പം ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്കറിയാം ദൈവം എന്തുകൊണ്ട് എന്നെ ചെറുപ്പം മുതലേ ഈ ചില വചനങ്ങൾ നൽകി എന്നെ നടത്തി എന്നുള്ളത് എനിക്ക് പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ആ വചനത്തിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളത്തിൽ ദൈവം എന്തിന് വിതയ്ക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യം എനിക്ക് ഇപ്പം പുറകോട്ട് ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ ദൈവം എവറിത്തിങ് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് സാൽവേഷൻ. ആ സാൽവേഷൻ അത്രമാത്രം വിലയുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ സഹോദരിയുടെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മാതാപിതാക്കൾ പ്രായമായവരുണ്ട്. പിന്നെ ഞാൻ അവിടെ വീട്ടിൽ പോയി ബെഡ് റെസ്റ്റ് ആയിട്ട് കിടക്കുന്ന അവർക്ക് അതിലും വലിയ വേദനയായിരിക്കും എന്ന് ഓർത്ത് പിന്നെ സഹോദരിയുടെ ഭവനത്തിലേക്കാണ് പോയത്. അവിടെയാണ് ബെഡ് റെസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ആയിരുന്നു. അപ്പം വളരെ കെയർഫുള്ളായിട്ട് ദേഹം തുടയ്ക്കുന്നു. കുളിക്കാനൊക്കെ 2-3 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് കുളിച്ചെങ്കിലായി. ഇങ്ങനെ ഒരു പ്രതിമ പോലെ ഇങ്ങനെ നടക്കും. അങ്ങനത്തെ ഒരു ജീവിതം കുറേ നാളുകൾ. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 2006 ഒക്ടോബർ ആയപ്പോൾ, അപ്പോൾ ഈ സഹോദരി ഞാൻ പറഞ്ഞല്ലോ പി ആർ ബൈപ്പാസിൻ്റെ അടുത്ത് അവർ പോകുന്നുണ്ടായിരുന്നു. അവർക്ക് അന്ന് കുഞ്ഞുങ്ങളായെങ്കിലും അവർ സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് ഇത്രയും വലിയൊരു അനുഭവം ഉണ്ടായെങ്കിലും ചേച്ചി സ്നാനമെടുത്തൊന്നുമില്ല. ചേട്ടൻ സ്നാനമെടുത്തെങ്കിൽ ഇവർ ചർച്ചിലൊന്നും പോകത്തില്ല. മീൻസ് പി ആർ ബൈപ്പാസിൻ്റെ അടുത്ത് പിന്നെ പോയിട്ടേ ഇല്ല അവർ ആ സമയത്ത്. അപ്പോൾ അവർക്ക് ആ സഭ എന്നുള്ള ആ ഒരു പിടുത്തമുണ്ടല്ലോ, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു കത്തോലിക്ക സഭ. അപ്പോൾ എനിവേ ഇവൾ പറഞ്ഞത് നമുക്ക് ഒന്നെങ്കിൽ നീ അവിടെ ഒന്ന് പോയി നോക്ക്, എന്താ പറയണേന്ന് അറിയാമല്ലോ എന്നോർത്ത്. അങ്ങനെ ഞാൻ ഒക്ടോബർ മാസത്തിൽ ആദ്യമായിട്ട് പി ആർ ബൈപ്പാസിൻ്റെ അടുത്തൊന്ന് കടന്നുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴും അവിടെ കടന്നുപോയി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഓക്കെ, എനിക്ക് പൊതുവെ വചനം പറയുകയും ആരാധനയൊക്കെ അവിടുത്തെ നല്ലൊരു അന്തരീക്ഷം. അവിടെ അവിടെ കടന്നുപോയി തിരിച്ച് വന്നു. പക്ഷേ അതിനുശേഷം പാസ്റ്റർ വ്യക്തിപരമായിട്ട് കാണണമെങ്കിൽ പേഴ്സണലി നമുക്ക് പോയി കാണാം. അങ്ങനെ ഒരു ദിവസം ഞാൻ പേഴ്സണലി പാസ്റ്ററെ കാണാൻ ചെന്നു. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞ്, രാജാക്കന്മാരുടെ പുസ്തകം, മർക്കോസിൻ്റെ സുവിശേഷം, ഏശയ്യാ പ്രവചനം 3 നേരം വായിക്കുക, ഒരു കുറിപ്പടി പോലെ ഇങ്ങനെ എഴുതി തന്നു. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് സങ്കടവും വിഷമവും, ഇതെന്തുവാ ഡോക്ടർമാർ കുറിപ്പടി എഴുതുന്ന പോലെ തന്നു വിട്ടേക്കുവാണല്ലോ, എനിക്കത് അതിനെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു 12 ആഴ്ച നീ കണ്ടിന്യൂസ് ചർച്ച വരണമെന്ന് പറഞ്ഞു. ചേട്ടാ എനിക്കതത്ര ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. ഫൂളിഷ്നെസ്സൊക്കെ അല്ല, ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ ഭോഷത്വം പറ്റിയിരുന്നുകൊണ്ട് നമുക്കിതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ് ഞാൻ അതിന് അത്ര വില കൊടുത്തില്ല. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് ആരാണ്ടും പറഞ്ഞു, ഇന്നടുത്തൊരു തിരുമലുകാരനുണ്ട്, ഭയങ്കര നല്ലതാണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി നമുക്ക് നമ്മുടെ കാര്യം നടക്കണമല്ലോ എന്ന് ഓർത്ത് തിരുമലുകാരൻ്റെ അടുത്ത് പോയി. അവിടെ എത്രയാണ് 2 ആഴ്ച തീരുമാനമായിട്ട് ഞാൻ വേഗം പറയുകയാണ്. ഞാൻ നടന്നാണ് അങ്ങോട്ട് കയറിയത്.
തിരിച്ച് ഞാൻ ഇറങ്ങിയത്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം അതോടുകൂടി, ഇത്തിരി ജീവിതം ഉണ്ടായിരുന്നത് അതോടുകൂടി തകർന്ന് തരിപ്പണമായി. ഈ 2 ആഴ്ച തിരുമലിനിടയിൽ എൻ്റെ എൻ്റെ എന്താണ് മൊബിലിറ്റി പോലും, എനിക്കത് നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ, അതുപോലെ വേദന. ഒരു ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു പട്ടിയിട്ട് ഓടിച്ചാൽ നമുക്കൊന്ന് ഓടാൻ പോലും പറ്റാത്തൊരവസ്ഥ. അത്രയ്ക്കും തകർന്ന് തരിപ്പണമായി. അതായത് ചിലപ്പോൾ എനിക്ക് തോന്നിയത് വന്നവരും പോണവരും ഒക്കെ കയറി തിരുമുകാരാന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ കയറി ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുപോലെ അങ്ങ് ശരീരം ഒന്നുമല്ലാത്തതുപോലെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയ പോലെയല്ല അത്. പക്ഷെ ഞാൻ ഈ കടന്നു പോകുന്നൊന്നും ഞാൻ ആരോടും പറയാൻ പോയില്ല എന്നുള്ള സത്യം. എൻ്റെ സഹോദരങ്ങളോടോ എനിക്ക് മനസ്സിലായി, ഞാനിനി ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നു വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ അന്ന് എനിക്ക് മനസ്സിലായി. 12 ആഴ്ച അവിടെ കടന്നു ചെല്ലാൻ പറഞ്ഞത് ഞാനത് അനുസരിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ഗിൽറ്റി കോൺഷ്യൻസ്, ഒരു വല്ലാത്തൊരു ഭാരം എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നു. അത് ഞാൻ തെറ്റായി ചെയ്തതെന്നുള്ള ഒരു ബോധ്യം എനിക്ക് കടന്നു വന്നു. എങ്കിലും ദൈവം സകലതും നന്മയ്ക്കായി കൂട്ടി വരുത്തുന്നുവല്ലോ. ഞാൻ നവംബറിൽ ഭവനത്തിൽ മടങ്ങി വന്നു. വീണ്ടും ഒന്നും ചെയ്യാൻ ബെഡ് റെസ്റ്റ്. എനിക്ക് എൻ്റെ ഉള്ളത്തിൽ അനങ്ങാൻ മേലെ എനിക്ക് ആരോടൊന്ന് പങ്കുവയ്ക്കാം, എനിക്ക് ആരോട് പറയാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞാൽ അവർ വീണ്ടും തകർന്നു. ഒരു മനുഷ്യരോട് പോലും നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം, ദൈവമല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നു. എനിവേ, എൻ്റെ ജീവിതം അതോടുകൂടി തിന്ന് ഞാൻ മരിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ച സമയങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്, സ്തോത്രം. പിന്നെ എങ്ങനെയോ എനിക്ക് ഒരു സുഹൃത്ത് വഴി എനിക്ക് കൊച്ചിയിൽ ഒരു IT കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ ദൈവം എന്നെ അപ്പം പിന്നെ ഞാൻ വീണ്ടും ഫെസിലിറ്റി ചർച്ചിൽ, PR ബൈപ്പാസിലെ ചർച്ചിൽ പോകാൻ തുടങ്ങി. എത്ര വയ്യെങ്കിലും എങ്ങനെയെങ്കിലും ചർച്ച്, എന്നുവെച്ചാൽ ആ ചർച്ചിലെ ഓരോ ഞായറാഴ്ചത്തെയും വചനവും ആരാധനയുമാണ് എന്നെ നിലനിർത്തി ആ ഒരു ലെവലിലേക്ക് എൻ്റെ ജീവിതത്തെ ദൈവം മാറ്റി. ഒരാഴ്ച പോലും മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ വണ്ടി എടുത്താണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ആരാധനയ്ക്ക് പോവും, മടങ്ങി വരും. അങ്ങനെ ഡിസംബർ മാസത്തെ എനിക്കൊരു ജോലി കിട്ടി. രണ്ടും കൽപ്പിച്ച് ജോലിക്ക് കയറി ഞാൻ ഒരു 3 വർഷക്കാലം എങ്ങനെയാണ് ആ ജോലി ചെയ്തതെന്ന് ദൈവം എൻ്റെ ദൂതന്മാർ താഴെ ഇറങ്ങി വന്ന് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ഇരുന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും എണീക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ റെസ്റ്റ് റൂമിൽ പോകണമെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കും, കർത്താവേ, ഞാൻ അവിടം വരെ എങ്ങനെ നടക്കും? ഞാൻ എവിടെയെങ്കിലും എനിക്ക് അത് ആരോടും ഞാൻ പറയുന്നില്ല. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊന്നും ആളവരോടും പറയുന്നില്ല. ഈ ജോലി സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രണ്ട്സിനോട് കൂടെ ഒരു വീട് റെൻ്റ് എടുത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്, പോക്കുവരവിന് എളുപ്പത്തിന്. അപ്പം ആ അതിശയോക്തി പറയല്ല, ബാത്റൂം മുഴുവനും എൻ്റെ കണ്ണുനീരാണ്. ഞാൻ ആ ബാത്റൂമിലേക്ക് എല്ലും തുണിയോട് വിരിക്കും, മുട്ടുമേ നിന്നങ്ങ് പ്രാർത്ഥിക്കും ഓരോ ദിവസം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. പതിയെ പതിയെ ഒരു 1.5-2 വർഷം എടുത്തു എന്ന് വേണേൽ പറയാം. വേദന മാറിയെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് എൻ്റെ ദൈവം കൃപാദായകൻ. ഓരോ ദിവസവും എന്നെ കൃപ നൽകി എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ബാത്റൂമിൽ എന്നാ വെച്ചാൽ ഞാനതൊരു അതിശയമായിട്ടല്ല, ഞാൻ ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ആ ബാത്റൂം വരെ എന്ന് എത്തണമെങ്കിൽ ഞാൻ വല്ലാതെ ഭാരപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അവിടെ പോയിരിക്കും, കണ്ണുനീരോടെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം. രാവും പകലും ആ ബാത്റൂം മുഴുവൻ എൻ്റെ കണ്ണുനീരാണെന്ന് പറയാം. അത്രയ്ക്കും പക്ഷേ ഇതിൻ്റെ ഇടയിലും ദൈവം എന്നെ എൻ്റെ ഈ ഒരു ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിലും ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ താമസം നിർത്തി വീട്ടിൽ
പോയി വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചൻ്റെ കണ്ടീഷൻ വളരെ കുറച്ചും കൂടെ മോശമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ, കിടപ്പായില്ല എങ്കിൽ പോലും അപ്പോൾ വീട്ടിൽ ചെന്നേ മതിയാവും, അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പക്ഷേ ഈ മാതാപിതാക്കളുടെ കാര്യങ്ങൾ സകലതും ചെയ്യുവാൻ ഈ ബലഹീനനായ എന്നെ കൊണ്ട് ദൈവം ഇടവരുത്തി. അതൊക്കെയാണ് ദൈവത്തിൻ്റെ അത്ഭുതം. ഒരു മനുഷ്യന് പോലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ സകല കാര്യങ്ങളും നിങ്ങൾക്കറിയാലോ, 80-85 വയസ്സായ ഒരു വാർദ്ധക്യത്തിലിരിക്കുന്ന ഒരു അപ്പച്ചനെ ഒരമ്മച്ചിയെ ഏതെല്ലാം തരത്തിൽ ശുശ്രൂഷിക്കണോ ആ തരത്തിലെല്ലാം എ ടു സെഡ് കാര്യങ്ങൾ ചെയ്യുവാനും എല്ലാ കാര്യത്തിലും ഈ ബലഹീനനായ എന്നെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അവരുടെ കാര്യങ്ങൾ മാത്രമല്ല, സക അനേകർക്ക് വേണ്ടി എൻ്റെ ഓഫീസിലൊരു ഒരു ചാരിറ്റി പോലെ ഇത് തുടങ്ങാനും അനേകരുടെ ഭവനങ്ങളിൽ കടന്നു ചെല്ലുവാനും പോകുവാനും പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി പൈസയൊക്കെ പിരിച്ച് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാനും വീൽ ചെയറുകൾ വാങ്ങാനും കിടപ്പ് രോഗികളെ അങ്ങനെ അനേക കാര്യങ്ങൾ നാട്ടിലായിരുന്നപ്പോൾ അനേക കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തനായ ദൈവം. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയത്ത കാര്യം എൻ്റെ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് അപ്പച്ചൻ്റെ കാര്യമാണ്. ഹല്ലേലൂയ. അപ്പം എല്ലാ കാര്യങ്ങളും ഹല്ലേലൂയ ചെയ്യുവാൻ ദൈവം ഒരു കൃപ നൽകി. ഈ ഒരു ബലഹീനമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് പോലും ദൈവം കൃപ നൽകി. പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ വിവാഹമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, 2006 ഞാൻ ഒക്ടോബറിലാണ് ഞാൻ ഫേസിറ്റ് ചർച്ചിൽ പോകാൻ തുടങ്ങിയത്. വചനമെല്ലാം കേൾക്കുന്നുണ്ട്. 2007 ആയപ്പോൾ ഞാൻ കത്തോലിക്ക പള്ളി അതോടുകൂടി നിർത്തി കേട്ടോ. 2007 തുടക്കത്തിൽ തന്നെ നിർത്തി. അപ്പം 2007 സോറി 2007, 2008, 2009 2.5 വർഷത്തോളം, ഏകദേശം 2.5-3 വർഷത്തോളം ഞാൻ സ്നാനപ്പെടാൻ പിടിച്ചു നിന്നു. അപ്പം ഞാനിങ്ങനെ തമ്പുരാനോട് പറയായിരുന്നു, അവിടെ ചെന്ന് നമ്മുടെ ഭയങ്കര അവിടെ ആദ്യ സമയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കസേരയിലാണല്ലോ ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. എനിക്ക് അതേ പറ്റത്തുള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, കർത്താവ് എനിക്ക് നിലത്തിരുന്ന് നിന്നെ ഒന്ന് ആരാധിക്കണം. 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവ് അതിനൊക്കെ എന്നെ ബലപ്പെടുത്തി. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര ഒരു മൈൽ സ്റ്റോണാണ്. അത് ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഭയങ്കര ഒരു പ്രിവിലേജ് ആയിട്ടാണ്. ഇന്നിപ്പോൾ ചിലപ്പോൾ അത് വലിയ കാര്യമായിട്ട് തോന്നത്തില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു സാഹചര്യത്തിലേക്കൊക്കെ ദൈവം എന്നെ നടത്തി. 2009 ഞാൻ സ്നാനമെടുക്കുന്ന മെയ്യിൽ 2009 സ്നാനമെടുത്തു. അതൊക്കെ വളരെ പല പ്രാവശ്യം സ്നാനമെടുക്കാൻ കടന്നുപോയെങ്കിലും പേടിച്ച് മാറി പോന്നു. അതിനുശേഷം പേടിച്ചെല്ലാം മടിച്ച് എന്തിനാ കത്തോലിക്ക ഇത് പല കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കാതെ പോന്നു. 2009 മെയ് മാസം ഞാൻ സ്നാനമെടുത്തു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഓൾ നൈറ്റ് പ്രയറിന് പോകുമ്പോൾ അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അവിടെ ആത്മസ്നാനം എനിക്ക് ആക്ച്വലി ആദ്യമേ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു പേടിയായതുകൊണ്ട് ഈ നാവിനെ കൺട്രോൾ ചെയ്ത് നിർത്തുമായിരുന്നു. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസം ചെവി വന്നിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, നാവിനെ അതിൻ്റെ സ്വാതന്ത്ര്യത്തോടെ വിട്ടുകൊള്ളാൻ പറഞ്ഞു. അന്ന് ദൈവകൃപയാൽ സ്നാനപ്പെട്ടു, ആത്മസ്നാനം പ്രാപിച്ചു. പ്രൈസ് ലോർഡ്, സ്തോത്രം. അതിനുശേഷം പിന്നെ നടന്നത്, ദൈവം എനിക്കൊരു വാഗ്ദത്തം നൽകി. എനിക്ക് വലിയൊരു വിഷമമായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന്. 1 വർഷത്തിനുള്ളിൽ നിൻ്റെ വിവാഹം നടക്കും, അല്ലെങ്കിൽ നിനക്കൊരു കൂട്ട് തരും. അപ്പം കൂട്ട് നടക്കുമ്പോൾ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, എൻ്റെ ഈ സകല ആരോഗ്യ പ്രശ്നങ്ങൾ അറിഞ്ഞൊരു പെണ്ണായിരിക്കണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മനസ്സോടെ അയക്കുന്ന ഒരു പെണ്ണായിരിക്കണം. ഞാൻ 1 വർഷമേ കർത്താവിൻ്റെ ജോലി ചെയ്യുള്ളെന്നും ഞാൻ തീരുമാനം എടുത്തായിരുന്നു. 1 വർഷം മീൻസ് കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെ പലരോടും ഇങ്ങനെ ആരോഗ്യകാര്യം 1-2 കല്യാണാലോചനകളെ വന്നിട്ടുള്ളൂ, അധികം വന്നിട്ടുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പ്രാർത്ഥിച്ചു. ഈ വീട്ടിലൊക്കെ ഭയങ്കര എതിർപ്പായതുകൊണ്ട് എന്നെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ ഒരു വീട്ടുകാർ തമ്മിൽ ചേർന്നു കൊള്ളുമല്ലോ എന്നുള്ള ഒരു ചുമ്മാ ഒരു തോന്നൽ എനിക്കുണ്ടായി. എനിവേ ദൈവം ആ പ്രാർത്ഥനകളെല്ലാം സാധിപ്പിച്ചു. എൻ്റെ ആരോഗ്യ വിഷയങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ. ഹല്ലേലൂയ. അപ്പം ഞാനിതിങ്ങനെ അവളോട് ഷെയർ ചെയ്യുമ്പോൾ എന്നോട് ആദ്യമേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളൊരു വിശ്വാസിയല്ലേ? ഇത് നമ്മുടെ കല്യാണത്തിന് ശേഷം ഇതൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇങ്ങനെ ഇതൊന്നും പറയണ്ട. അപ്പം എന്നെ ഹല്ലേലൂയ, അത് ദൈവം സകലതും
ഒരുക്കുന്നുമില്ല. കർത്താവിൻ്റെ വേലയ്ക്കാണെങ്കിലും വിടുവാനൊന്നും ഒരു മടിയും കൂടാതെ ജോലി ഫുൾ ടൈം മിനിസ്ട്രിയിൽ അമേരിക്കയിൽ വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരു അമേരിക്കൻ കമ്പനിയിലാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൊച്ചിയിൽ. അവിടെ ഇവിടെ എല്ലാവരുടെ പ്രൊജക്റ്റുകൾ എല്ലാം ഉണ്ട്. ഇവിടെ എനിക്ക് 3 വട്ടം എനിക്ക് ജോലിക്കായിട്ട് അവർ വിളിച്ചതാണ്. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ഒരു മുഴുവൻ സമയ മിനിസ്ട്രി. അതാണ് ദൈവത്തെ അത്രമാത്രം നന്നായി രുചിച്ചറിഞ്ഞതുകൊണ്ട് ഈ ദൈവത്തെ വിട്ട് എൻ്റെ ജീവിതം അതാണെന്ന് എനിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായി. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. വിവാഹമൊക്കെ വലിയ സംഭവമായിരുന്നു കേട്ടോ. ഒട്ടും ഈസി അല്ലായിരുന്നു. എൻ്റെ കുടുംബക്കാർ ഈ വിവാഹത്തിൻ്റെ സമയത്ത് എൻ്റെ ചാർച്ചക്കാർ ഞാൻ സീരിയസ് ആണെന്ന് അറിയുന്നത്. ഇവർ പ്രാർത്ഥനയ്ക്ക് പോകുന്നൊക്കെ എൻ്റെ കുടുംബക്കാരൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ വലിയ ഭീഷണികളുണ്ടായി. അപ്പൻ്റെ ഭവനങ്ങളിൽ നിന്നൊക്കെ നീ കല്യാണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല എന്ന് വരെയും ഭീഷണിയുണ്ടായി. ഭയങ്കര പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോയെങ്കിലും ദൈവം അത്ഭുതകരമായി അതിശയകരമായി വിവാഹമൊക്കെ അത്ഭുതകരമായി വളരെ അനുഗ്രഹീതമായ രീതിയിൽ നടക്കുവാനും ഹല്ലേലൂയ സ്തോത്രം ദൈവം ഇടവരുത്തി. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഏറ്റവും വലിയ വിഷയം ഉണ്ടായത്. പ്രൈസ് ലോർഡ് സ്തോത്രം. എനിക്കൊരു വാഗ്ദത്തമല്ല, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇരട്ട കുഞ്ഞുങ്ങളെ. അപ്പം എനിക്ക് ദൈവം വിവാഹത്തിൻ്റെ വൈഫ് നാട്ടിൽ 2 മാസത്തോളം കല്യാണം കഴിഞ്ഞ് അവധി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇരട്ട കുട്ടികളെ ദൈവം തരും, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നാട്ടിൽ വെച്ച് തന്നെ പ്രഗ്നൻ്റായി. അപ്പം ഞങ്ങൾ എറണാകുളം മെഡിക്കൽ സെൻറ്ററിലാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ടെസ്റ്റിനുള്ള ബ്ലഡ് വർക്കിനൊക്കെയുള്ള എല്ലാം കൊടുത്ത് വെച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. പിറ്റേ ദിവസം ഹോസ്പിറ്റലുകാർ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച്, എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം, അത്യാവശ്യമായിട്ട് ലിസി ഡോക്ടർക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്, വേഗം വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ പറഞ്ഞു, അനുവിൻ്റെ തൈറോയിഡ് 70, നിയർ അബൌട്ട് 70, അതായത് 1 വേണ്ടടുത്ത് 70, 1 or 2 വേണ്ടടുത്ത് 1ലും താഴെയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ആണ്. 62 or 67 എന്തോ ആണ്, 67. ഇതൊരിക്കലും ഈ പ്രഗ്നൻസി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം 50 എബോ ഉള്ള ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്തതാണ്. ഇതൊരിക്കലും നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ കുഞ്ഞിനെ ബാധിക്കും, അമ്മയെ ബാധിക്കും. ഇനി കുഞ്ഞുങ്ങളുണ്ടായാൽ പോലും അത് വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കും, അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. നിങ്ങളിതിനെ കണ്ടിന്യൂ ചെയ്തത്. ഞങ്ങൾ തന്നെ PVS ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ. നിങ്ങൾ മിനി എന്നാണ് പേര്, നിങ്ങൾ ഇപ്പം തന്നെ പൊക്കോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, ഇതൊരിക്കലും കണ്ടിന്യൂ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം നമുക്ക് ഈ ട്വിൻസ് ആണെന്നൊന്നും അറിയത്തില്ല, നാട്ടിലങ്ങനെ ടെസ്റ്റിംഗ് ഇല്ല. അപ്പം ഞങ്ങൾ PVSലേക്ക് കടന്നുപോയി. PVS കടന്നുപോയപ്പോൾ അവിടുത്തെ മിനി ഡോക്ടറാണ്. അവരിത് തന്നെ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ എവറിത്തിങ് റെഡിയാണ്, ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്യാം, ഇതൊരു 1 hour എടുക്കത്തുള്ളൂ, എന്താ പറയുക, അബോർഷൻ ചെയ്യാം, നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യരുത്, ഇത് വലിയൊരു നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, അങ്ങനെ ഇങ്ങനെയാണ് കുറേ കാര്യങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് വാക്തത്വമുള്ളായിരുന്നുണ്ട്. ഞാനും അനുവും പ്രാർത്ഥിച്ച് തീരുമാനിച്ചില്ല, ദൈവം നൽകിയതാണ്, അത് ഞങ്ങൾ ഒരിക്കലും വേണ്ടാന്ന് വയ്ക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നോ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അനു ഇങ്ങോട്ടും പോന്നു. അനു അന്ന് അമേരിക്കയിലേക്ക്, അനു RN എക്സാം എഴുതി വന്നതാണ്. ഞാൻ നാട്ടിലും അനു ഇവിടെ. ആ കാലഘട്ടത്തിൽ കടന്നുപോയ വേദന ശരിക്കും ഡെമോക്ലീസിൻ്റെ വാള് തൂങ്ങിക്കിടക്കണ പോലെ. ഇത് നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. എൻ്റെ സഹോദരങ്ങൾ എന്നുവെച്ചാൽ പറഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ ഈ വിശ്വാസ ജീവിതം തീരുമാനിച്ചതാണല്ലോ. പലരും ചിലപ്പോൾ അനേകർ കുറ്റപ്പെടുത്തിയെന്ന് വരും. പക്ഷേ ആ സമയങ്ങളിലൂടെ എല്ലാം ഭയങ്കര തീച്ചൂളയുടെ അനുഭവമായിരുന്നു. 5 മാസമായപ്പോൾ ശത്രു പിന്നെയും പ്രശ്നം ഒപ്പിച്ചു. അനുവിന് ഭയങ്കര BP അങ്ങ് ഹൈ BP ആയി, കൺട്രാക്ഷൻസ് ഒക്കെ ആയി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 5-ാം മാസം. അപ്പം ട്വിൻ ബേബീസ് ആണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ചിലപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടുമായിരിക്കും, ചിലപ്പോൾ അത് കിട്ടിയാലും എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല, 5 മാസമല്ലേ ആയുള്ളൂ, ഒരെണ്ണം ഇങ്ങനെ. അപ്പോൾ അവർ അതുകൊണ്ട് നിങ്ങൾ എന്തിനും വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ നാട്ടിൽ ഉപവാസത്തിലും പക്ഷേ ദൈവത്തിൻ്റെ കരുതൽ നോക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സീരിയസ്നെസ് അറിയാവുന്ന മേലാഞ്ഞിട്ടാണ് എന്തോ, സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയൊരു പീസ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉണ്ടായിരുന്നു, അനുവിനും ഉണ്ടായിരുന്നു.
ഒരു പീസ്ഫുള്ളായിട്ട്. അപ്പോൾ എൻ്റെ സിസ്റ്റർ, ന്യൂയോർക്കിലുള്ള സിസ്റ്റർ അനുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. അവൾക്ക് അത്ഭുതമായിരുന്നു അനു വളരെ പീസായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു ഭയങ്കര ഒരു സമാധാനം ആ വിഷയങ്ങളുടെ മേലുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ആ ഡോക്ടേഴ്സ് പറഞ്ഞ് ഇനി 5 മാസമായിരുന്നു, 5 മാസം തൊട്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു അനുവിടെ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാക്ഷി, ആ ഒരു ഭാവമൊക്കെ ഞാനല്ല പറയേണ്ടത്, അത് അനു തന്നെ പറയണം. അനു കടന്നുപോയ സാഹചര്യങ്ങൾ ഒരു മനുഷ്യൻ പോലും തുണയില്ല. എന്നാൽ തുണ കൊടുക്കേണ്ട കരങ്ങൾ ആരും തുണ കൊടുത്തില്ല. അതൊക്കെ അനുഭവിച്ച വേദനയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്താ അവൾ പറയുക, ഒരു ആഹാരത്തിന് മര്യാദയ്ക്കൊരു ആഹാരം, ബ്രെഡും മുട്ടയും അല്ലാതെ ഒരു ആഹാരം പോലും മര്യാദയ്ക്ക് കിട്ടാഞ്ഞ സാഹചര്യങ്ങളുണ്ട്. എന്നാ വെച്ചാൽ അവൾക്ക് ബെഡ് റെസ്റ്റാണ്. നമ്മളൊരാളെ എന്നിട്ട് ഒരു ഗുജറാത്തി ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഒരാൾ വഴി നമുക്ക് കിട്ടി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരാണ് പിന്നെ അവരാണെങ്കിൽ അവരുടെ വിഗ്രഹങ്ങളും എല്ലാമായിട്ട് റൂമിലേക്ക് കൊണ്ടുവന്ന് പൂജയെല്ലാം നമുക്ക് അത്രയ്ക്ക് വളരെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയി. ഞാനാണെങ്കിൽ ദൈവകൃപയാൽ എനിക്ക് അവിടെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദിവസങ്ങളെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച്, അന്നാണ് ഉപവസിക്കാനൊക്കെ പഠിച്ചത്. അങ്ങനെ ഹല്ലേലൂയ. ഇത് ഇപ്പം സമയം ഏകദേശമായിരിക്കുവാണല്ലോ. ഇതൊരു പാർഷ്യലായിട്ടുള്ളൊരു സാക്ഷ്യമാണ്. എനിവേ, ഭയങ്കര ഒരു മിറക്കിൾ നടന്നു. ദൈവം ഒരു മാസം മുൻപ്, ഡ്യൂ ഡേറ്റിന് 1 മാസം മുമ്പ് അനു ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റായി. ദൈവം ഇരട്ട കുഞ്ഞുങ്ങളെ നൽകി. സത്യം പറഞ്ഞാൽ വളരെ വെയിറ്റൊക്കെ കുറവായിരുന്നു. ഒരു കുഞ്ഞ് 2 പൗണ്ട്, ഒരു കുഞ്ഞ് 2 പൗണ്ടും ഇല്ല. 2 പൗണ്ടിലും താഴെയാണ്, 1 പൗണ്ട് സംതിങ്ങേ ഉള്ളൂ. പക്ഷേ നിക്യൂലൊക്കെ കുറച്ച് ദിവസം കിടക്കേണ്ടി വന്നു. എങ്കിലും ഒരു കുഴപ്പമില്ലാത്ത, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ശത്രു വെല്ലുവിളിച്ച സ്ഥാനം, ഹല്ലേലൂയ, തരത്തില്ല, നശിപ്പിച്ചു കളയുമെന്ന് പറയുന്ന സ്ഥാനത്ത് ആ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി 2 പെൺകുഞ്ഞുങ്ങളെ നൽകി ദൈവം അത്ഭുതകരമായി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അത്ഭുതകരമായി നടത്തി. ഇനിയുണ്ട്. ഇനി അനേക ദൈവം അനേക വഴികളിലൂടെ, പ്രത്യേകിച്ച് എന്താണ് ഞാൻ പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലോട്ട് മീൻസ് അമേരിക്കയ്ക്ക് കടന്നു വന്നു. പിന്നെ കർത്താവിൻ്റെ ആ സമയം വരെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി, സമർപ്പിക്കപ്പെട്ട് ഇറങ്ങി. അതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഒരു ടേണിംഗ് പോയിൻ്റാണ് എന്നെ ദൈവം നടത്തിയ വഴികൾ. ഒന്നും അറിയത്തില്ല കർത്താവിൻ്റെ വേല എന്ത്. ഞാൻ ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സാക്ഷിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ദൈവമുണ്ട് എന്നുള്ളതിന്, ദൈവം വിശ്വസ്തനാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. ഹല്ലേലൂയ. വേറെ ഒരു തെളിവും വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. തെളിവ് അന്വേഷിച്ച് പോകുവാനല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഹല്ലേലൂയ, ഇങ്ങനെ ഇന്നും വചനമെടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത്, പ്രിയമുള്ളവരെ, അത് ദൈവത്താൽ സംഭവിച്ചത്. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ആശ്ചര്യമായി, എനിക്ക് അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ അത്ഭുതകരമാണ്. എന്നേ ഞാൻ ഇല്ലാതെ, അല്ലെങ്കിൽ എന്നേ നശിച്ചു പോകേണ്ടിയിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന്, എന്നേ ശുശ്രൂഷയിൽ നിന്ന് മാറ്റപ്പെടേണ്ട സ്ഥാനത്ത് നിന്ന്, തകർത്ത് തരിപ്പണമാകേണ്ടുന്ന സ്ഥാനത്ത് നിന്ന്, ഇന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എനിക്ക് ഇന്നിങ്ങനെയൊരു ഹല്ലേലൂയ നിങ്ങളുടെയൊക്കെ മുൻപിൽ, ദൈവജനത്തിൻ്റെ മുൻപിൽ, ബഹുമാനപ്പെട്ട ദൈവജനത്തിൻ്റെ മുൻപിൽ, ഹല്ലേലൂയ, സ്തോത്രം, സഹോദരങ്ങളുടെ മുൻപിൽ ഇതുപോലെ ഒരു സാക്ഷ്യമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് കൃപ നൽകി എന്നുള്ളത് ദൈവത്തിൻ്റെ അത്ഭുതകരമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവനോട് പറ്റിച്ചേർന്നിരിക്കുവാൻ, അവൻ നിങ്ങളെ വിട്ടുവയ്ക്കും. ഹല്ലേലൂയ. ഇന്നും ദൈവം എന്നെ കൃപ കൊണ്ടാണ് മൂടിയിരിക്കുന്നത്. കൃപ. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഒറ്റ ഒരു അപേക്ഷയുള്ളൂ, അനിയനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, വളരെ നന്നായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കും, ഞാൻ കർത്താവിൻ്റെ വേല 2007 ഒക്ടോബറിൽ, സോറി 2007 ഒക്ടോബർ, ഞാനന്ന് സ്നാനപ്പെട്ടിട്ടോ ഒന്നുമില്ല.
അന്ന് ഒരു പ്രവാചകൻ, ഈ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു വൈറ്റായിട്ടുള്ള ഒരു പ്രവാചകൻ അന്ന് വന്നൊരു പ്രോഫസി ചെയ്തൊരു കാര്യമുണ്ട്. എന്നെ കണ്ടപ്പോഴേ തലയെ കൈവച്ച് പറഞ്ഞു, നീ എന്തിനിവിടെ നിൽക്കണം, നീ കർത്താവിൻ്റെ അന്നൊന്നും എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. ഞാൻ ഒരു അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല, സ്ഥാനപ്പെട്ടൊന്നുമില്ല. നീ ഇവിടെ നിൽക്കേണ്ടവനല്ല, നീ കർത്താവ്, നിന്നെ 3 വട്ടം ശത്രു നശിപ്പിക്കാനായിട്ട് നോക്കി, നീ കർത്താവിൻ്റെ വായിൽ ശോഭിക്കേണ്ട വ്യക്തിയാണ്. ഹല്ലേലൂയ, നീ കർത്താവിനുള്ളവനാണ്, നീ എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കൊള്ളണമെന്ന് അന്ന് ഒരു ദൈവത്തിൻ്റെ ദാസൻ വന്നു. അവർ മാത്രമല്ല, അനേകർ വന്നു. പക്ഷേ ഞങ്ങളുടെ ദേശത്തൊന്നും വിശ്വാസികൾ വളരെ കുറവുള്ള ഒരു ദേശമാണ്. ഞങ്ങൾക്ക് അങ്ങനെ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കും അറിയത്തില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിൽ അത് എന്തുവാണെന്ന് പോലും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എനിക്കന്ന് ഇല്ലായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്താണ്, അത്രയ്ക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അതിനും ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കരയറ്റുന്നു. മറ്റൊരവസരത്തിൽ ബാക്കി ഭാഗങ്ങൾ പറയാം. ദൈവമായ കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവകൃപ അത്യധികമായി പകരട്ടെ. ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു, എന്നെയും കുടുംബത്തെ ഓർത്ത് ധാരാളമായി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ? യാ സർവശക്തനിത്യമായ സർവേശ്വര കർത്താവേ, അവിടുത്തെ ഹല്ലേലൂയ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ആമേൻ. സ്തോത്രം കർത്താവേ. കർത്താവേ, അവിടുന്ന് ചെയ്ത നന്മകളെ ധ്യാനിക്കുവാനും അവിടുത്തെ നടത്തിപ്പിനെയൊക്കെ കുറിച്ച് ചിന്തിക്കുവാനും സർവശക്തനായ ദൈവം അവിടുന്ന് നൽകിയ മഹാദയക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പ്രയർ ലൈനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്മെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഭാരത്തോടെ ഹൃദയം ഇടിഞ്ഞിരിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ കർത്താവെ, ഈ സാക്ഷ്യം ഒരു സാക്ഷ്യം ഉണർത്തുന്നു എന്നാണല്ലോ അപ്പച്ച പറയുന്ന. അപ്പച്ച സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ബലപ്പെടുവാനുള്ളൊരു കൃപ നീ കൊടുക്കണം കർത്താവെ. രോഗക്കിടക്കയിലായിരിക്കുന്ന ഭാരത്തിലൂടെ കടന്നു പോകുന്ന ദൈവജനം കർത്താവ് ഈ ദിവസങ്ങളിൽ സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് കർത്താവിൻ്റെ നാമമഹത്വത്തിനുമായിട്ട് കർത്താവ് എഴുന്നേൽക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. സ്തോത്രം. ദൈവകൃപ അധികമായി പകരണം കർത്താവെ. അപ്പച്ചൻ്റെ മഹാദയ കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ, കൃപമേൽ കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൃപ കൃപ, ദൈവകരം കൂടെ ഇരിക്കണം, കൃപമേൽ കൃപ പകരണം, ദൈവ സാന്നിധ്യത്തിന് മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. ദൈവകരം കൂടെ ഇരുന്നാട്ടെ. പാസ്തോത്രം. സകലമാനവും മഹത്വം അബ്ബാപിതാവെ അവിടത്തേക്ക് നേരുന്നു. സകല പുകഴ്ചയും കർത്താവെ അവിടത്തേക്ക് നേരുന്നു. സകല മഹത്വം കർത്താവെ അവിടത്തേക്ക് നേരുന്നു. യേശു ക്രിസ്തു നദി തന്നെ നാമത്തെ യാചിക്കുന്നു. കൃപ തോന്നി ദയ തോന്നി കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം. താങ്ക് യു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി. കർത്താവിന്റെ കൃപയുണ്ടായിരുന്നു. കർത്താവിന്റെ ദാസന് സാക്ഷ്യം ഇല്ലെന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ ഇത്രയും നല്ലൊരു സാക്ഷ്യം പൊതിഞ്ഞിട്ട് കർത്താവിന്റെ ദാസൻ അത് പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാം അനുഗ്രഹമായിരുന്നു. ഇനിയും ദൈവം അനുവദിക്കുകയാണെങ്കിൽ ബാക്കി സാക്ഷ്യം കൂടെ ഉണ്ട്. 1-2 ദിവസം കൂടെ പറഞ്ഞാലും തീരാത്ത പോകുന്ന സാക്ഷ്യം. കർത്താവിന്റെ ദാസന്റെ സഹോദരിയും കൂടെ ഒരു ദിവസം വന്ന് സാക്ഷ്യം പറയേണ്ടതായിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷിയുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതിനാൽ സകല ഭാരവും പാവവും വിട്ട് ആ സാക്ഷികൾ സമൂഹം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ആളുകളുടെ ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കടന്നുപോയ അപ്പൊ അത് പറഞ്ഞു കഴിയുമ്പോഴേ നമ്മുടെ വിഷയത്തുമായിട്ട് ഒരു താരതമ്യം വരുമ്പോൾ അത് ദൈവമായിട്ട് ഒരു ക്ലോസ്നെസ് വരുവാൻ ഇടയാകും. അത് വളരെ അനുഗ്രഹമാണ്. ആ സാക്ഷ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പണ്ട് കാലത്തെല്ലാം സാക്ഷ്യമായിരുന്നു. സഭയിലെ പ്രസംഗത്തെക്കാട്ടി കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറവാണെന്ന ഈ ദിവസങ്ങളിലെ ദാസനെ ദൈവം നടത്തിയ അത്ഭുത വഴികള് അനേകർക്ക് പ്രയോജനമായി തീർന്നു. ഹല്ലേലൂയ. എനിക്ക് പ്രയോജനമായി തീർന്ന വചനമാണ്. വചനം ഇമ്പോർട്ടന്റ്. നമ്മൾ വായിക്കുമ്പോൾ ഒരു വചനം വന്നാൽ വചനം നമ്മളെ ആശ്വസിപ്പിക്കും. സർവ്വാശ്വാസവും തരുന്ന ദൈവം എങ്ങനെ ആശ്വസിപ്പിക്കുന്ന വചനത്തിൽ കൂടെ ആശ്വസിപ്പിക്കുക. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആ വചനമാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ആ വചനത്തിൽ നമ്മൾ ഉറയ്ക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ ആ വചനം വിശ്വാസമായിട്ട് നമ്മുടെ ഉള്ളിൽ പരിണമിച്ച് ഹല്ലേലൂയ ദൈവശക്തിയായിട്ട് അങ്ങ് മാറുക. പിന്നെ നമ്മുടെ ആ വിലയിനുള്ള നമ്മുടെ എന്താ പറയുന്നേ കൺഫ്യൂഷൻസ് എല്ലാം അങ്ങ് മാറുക. ഡോക്ടേഴ്സ് പറയാൻ ഒക്കത്തില്ലെന്ന് ഇങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പലരും പോയി അതുപോലൊക്കെ അങ്ങ് ചെയ്തിട്ടുമുണ്ട്. ഭയങ്കര എന്താ അവിശ്വാസത്തിന്റെ, അവർക്കെന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ അവർ നോക്കുന്നേ പറയുന്നുള്ളൂ. അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസമില്ല. നമ്മൾ 2 സൈഡും കൂടെ നോക്കണം. മനുഷ്യന്റെ വാക്ക് കേട്ട് പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളും കാണത്തില്ലായിരുന്നു. ഇപ്പൊ ആള് തന്നെ കാണുമോ എന്ന് അറിയത്തില്ല. അതുപോലെ വിഷയങ്ങളാണ്. അപ്പൊ ദൈവം അത്ഭുതമായിട്ട് ആ വചനത്തിൽ നമ്മളെ ഉറപ്പിക്കാനും ആ സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ നടന്നു പോകുന്നതിന് മുമ്പേ വചനം നമുക്ക് തന്ന് ബലപ്പെടുത്തി. ഹല്ലേലൂയ. ആ കർത്താവിന്റെ
ദാസിന്റെ പ്രത്യേകിച്ച് ആ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പിശാച് അതിന്റെ പുറകെ പ്രവർത്തിക്കുന്ന പാരമ്പര്യ പിശാച്. അതിൽ നിന്നെല്ലാം ആ കെട്ടിൽ നിന്ന് നൂലാമാലകള് ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കർത്താവിന്റെ ദർശനം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ യൂദായുടെ ലേഖനത്തിലുണ്ട്. അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ച് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ദൈവം ഓരോ ദിവസമാണ്, പ്രത്യേകിച്ച് കൈയുടെ വിഷയം, ദൈവം കൃപ കൊടുക്കുന്നു, ശക്തി കൊടുക്കുന്നു, ബലം കൊടുക്കുന്നു. ഒരിക്കലും ദൈവം നമ്മൾ തളർന്നു പോകാൻ അനുവദിക്കരുത്. ഇതിലൊക്കെ നിന്ന് കഷ്ടതയൊക്കെ വരുന്നത് നമ്മളെ ഒരു എന്താ പറയുന്നത്, സിദ്ധത പ്രത്യാശയൊക്കെ വളർത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ ദൈവം നടത്തുക. അതുകൊണ്ട് അതൊന്നും ഭാരമില്ല. കഷ്ടങ്ങളിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു. കൗണ്ട് ഇറ്റ് എ ജോയ്. ഹല്ലേലൂയ. ഒരു കർത്താവിന്റെ സ്ഥലങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് കർത്താവിൽ നിന്നുള്ള കൃപകളും ധാരാളമായിട്ട് പ്രാപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം, അതാണ് ക്രിസ്ത്യ ജീവിതം. അത് കർത്താവിന്റെ ദാസൻ അതിനെ അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കി. സഹോദരി ഇവിടെ വരുവാനും ഇവിടെ കർത്താവിന്റെ പേര് ചെയ്യുവാനും എല്ലാം കർത്താവ് ഇടയാക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി 1000 സ്തോത്രം. തുടർന്ന് കർത്താവിന്റെ ദാസനെ കൂടെ കേൾപ്പിക്കാൻ കർത്താവ് ഇടയാക്കും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വിശ്വാസത്തോട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാം. നമ്മുടെ ദൈവം കൈവിടുന്ന ദൈവമല്ല. നമ്മുടെ വഴികളിലല്ല കർത്താവിന്റെ വഴികൾ. നമ്മുടെ വഴികളെക്കാട്ടില് കർത്താവിന്റെ വഴികൾ അഗോചരമായിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. വചനത്തില് യോബ് പോയി കഷ്ടതയില്, യോബ് വന്നില്ലേ ആ സാഹചര്യത്തിൽ ഒന്നും ദൈവത്തെ എന്താ പറഞ്ഞ നിന്ദിച്ചോ ദുഃഖിപ്പിക്കുന്ന ഒന്നും പറയാതെ നഗ്നനായിട്ട് വന്ന് നഗ്നനായിട്ട് ഞാൻ പോകും, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരുവാൻ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കട്ടെ. വചനത്തിൽ നമുക്ക് ഉറയ്ക്കാം, വചനം ഏറ്റുപറയാം, വചനം നമ്മൾ കണ്ടെത്തി ഭക്ഷിച്ച് അത് നമ്മൾ അയവിറക്കും, അത് നമുക്കൊരു വിടുതലായിട്ട് മാറും. സഹായിക്കേണ്ട ഒരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, സന്ധ്യാസമയം കർത്താവേ, അമേരിക്കയിൽ കർത്താവേ, രാവിലെ സമയം കർത്താവേ, ഇന്ത്യയിൽ നിന്നുമായി കർത്താവേ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനിൽക്കുള്ള ഞങ്ങൾ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി, സാക്ഷ്യങ്ങൾക്കായി കർത്താവെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ദാസൻ കടന്നുപോയ സാഹചര്യങ്ങളിലെല്ലാം കർത്താവെ അദൃശ്യമായ ദൈവത്തിന്റെ കൃപ, ലോക സ്ഥാപനത്തിന് മുമ്പേ താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ വഴികൾ അത്ഭുത വഴികള്, ആ വഴികളിൽ കൂടെ ഒക്കെ നടന്നുപോയി കർത്താവ് പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും കണ്ട് ഭാരപ്പെടാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ താങ്ങിയ ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന. കർത്താവെ, സഹോദരിയുടെ ആ സാഹചര്യത്തിൽ കൂടെ കടന്ന മക്കളെല്ലാം പോയ സ്ഥാനത്ത് ഒരു കർത്താവിനെ അറിയുവാൻ ഇടയാക്കി. കർത്താവെ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് ഒരു ബലം കൊടുത്ത്, ശക്തി കൊടുത്ത്, വചനത്തിൽ ഉറപ്പിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, കഷ്ടങ്ങൾ കണ്ട് ഭാരപ്പെടാതെ, കഷ്ടത്തിന് വെള്ളം ഞെരുക്കുന്ന വെള്ളം അപ്പൊ ഒക്കെ തന്നാലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ മറിഞ്ഞിരിക്കുന്നില്ല, ഞങ്ങളുടെ ഉപദേഷ്ടാവ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ള വചനപ്രകാരം ഹല്ലേലൂയ. ഞങ്ങളെ കാണുന്ന ഒരു ദൈവം, കരുതുന്ന ഒരു ദൈവം, ഹല്ലേലൂയ. സ്വർഗത്തിലുള്ളവനായി സ്തോത്രം. കർത്താവെ, ഞാൻ സേവിച്ചു വരുന്ന എന്റെ ഉടയനുമായ ദൈവം ഈ രാത്രി എന്നോട് അരുളിച്ചെന്ന് പറയുന്നത് പോലെ കർത്താവെ, ഞങ്ങളോട് കർത്താവിന്റെ വചനം ഇത് കർത്താവെ, നിന്റെ വചനം ഭക്ഷിച്ച് കണ്ടെത്തി കർത്താവെ, അത് ഞങ്ങളുടെ ജീവനം ഭക്തിക്കായതും എല്ലാത്തിനും ലഭിക്കാം. കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. ന്യൂ ഇയറിൽ കർത്താവെ, പുതിയ വർഷം കർത്താവെ, ഒരു പുതിയ തീരുമാനത്തോടെ മുമ്പോട്ട് പോകാൻ ഞങ്ങളെല്ലാം സഹായിച്ചാട്ടെ. താന്റെ ദാസനെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, സഹോദരി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ശുശ്രൂഷ മണ്ഡലങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ വർഷം ഒരു അനുഗ്രഹത്തിന്റെ വർഷമാക്കി കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം. തുടർന്ന് കർത്താവിന്റെ ദാസൻ കൂടെ കർത്താവെ സാക്ഷ്യങ്ങളെ കേൾപ്പിക്കാൻ കർത്താവെ, നീ തുടർന്ന് കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും ഞങ്ങളുടെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടു. കർത്താവെ, അപ്പൊ സ്തോത്രം. കർത്താവെ, ഈ സമയം കർത്താവെ, വചനം കേട്ടതും സാക്ഷ്യം കേട്ട എല്ലാ മക്കളെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, കടന്നു പോകുന്ന പാതകളിൽ കർത്താവെ, ദൈവത്തിന്റെ കരം തിരിച്ചറിയുവാൻ കർത്താവെ, എന്നെ കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, ഹല്ലേലൂയ, ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ സ്തോത്രം. വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്ന പ്രിയ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. സർവാശ്വാസത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തോത്രം. കർത്താവെ, അവിടുത്തെ വചനം കർത്താവ് ഞങ്ങളുടെ കാൽദ്യവും പ്രാർത്ഥിക്ക് പ്രാശമാക്കി കർത്താവെ, നീ അവിടെ തീർക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, മാതാപിതാക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാവർക്കും വേണ്ട ആരോഗ്യം പോലും കൊടുത്താട്ടെ. വചനത്തിൽ ശക്തിപ്പെടുവാൻ, ബലപ്പെടുവാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ കർത്താവിനായി കാത്തിരിക്കുവാൻ കർത്താവെ, അവൾ ധൈര്യം ഉറപ്പും ഞങ്ങൾക്ക് ദിവസങ്ങളിൽ തരുന്നതിനായി സ്തോത്രം. കർത്താവെ, എല്ലാവരും കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ട് മിനിസ്ട്രിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷകൾ മണ്ഡലങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, നീ ഒരു ടാക്ട് കൊടുക്കുമ്പോൾ ആ വചനം കർത്താവെ അവരുടെ ഉള്ളിൽ കർത്താവെ ഒരു തീയായി ശോഭിക്കുവാൻ കർത്താവെ, ഹല്ലേലൂയ, അതിൽ കർത്താവ് അവരെ കണ്ടെത്തി ഒരു വിടുതലാക്കി അവർക്ക് തീർക്കുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. മാനേജ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിക്കായും സ്തോത്രം. കർത്താവെ, എല്ലാവരും കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. കർത്താവ് പ്രത്യാശ കൊണ്ട് നിറയ്ക്കാട്ടെ. തുറന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ, ശക്തീകരിച്ചാട്ടെ. സാക്ഷ്യങ്ങളെ കർത്താവ് നീ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം.
ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ ദാസനെ ശുശ്രൂഷാമണ്ഡലം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് മാനിച്ചാട്ടെ, എല്ലാ നന്മ നിറച്ചാട്ടെ കർത്താവെ. അവിടുത്തെ ഞങ്ങളെ ഒരുക്കും അടിയങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയായി കേൾക്കണമേ. ആമേൻ.